Good afternoon, sir. Yes, Good afternoon, Vidya, sir. good afternoon. Kirti, Good Shilu, afternoon, sir. good afternoon. That way to ATL, Vidya. Yes, sir. Yes, sir. Tansiba, Nasiba, good afternoon. Good afternoon, sir. Yes. Good afternoon, sir. Okay, Nasiba, good afternoon. Good afternoon, sir. Ramya, Good Joshmi, afternoon, sir. Bismi, okay, good afternoon. Good afternoon. Okay, Good afternoon, sir. Shri Bhavya, good afternoon. Shri Bhavyക്ക് ഈ പേര് നിർദ്ദേശിച്ചത് ആരാണ്? പിതാവാണോ മാതാവാണോ വേറെ ആരെങ്കിലും ആണോ? അമ്മിച്ചി അമ്മിച്ചാണ്ടത് കേൾക്കാത്തൊരു പേരാണ്. എന്താണ് ഇതിന്റെ പേരിന്റെ പിന്നിലുള്ള ആ പ്രധാന കാരണം? അത് അമ്മച്ചിയോട് ഞാൻ ചോദിച്ചപ്പോ അമ്മച്ചി പറഞ്ഞത് പണ്ട് ഒരു പാട്ടിൽ അങ്ങനെ കേട്ട. എന്റെ ചേച്ചിയുടെ പേര് നവ്യാന്നാ. നവ്യ എന്നാ ചേച്ചിയുടെ പേര്. നവ്യ, മേരി നവ്യ, മേരി നവ്യ. അപ്പൊ അതിന് ഒരു പണ്ടൊരു ക്രിസ്ത്യൻ സോങ്ങിൽ അങ്ങനെ ഒരു ഇതുണ്ട്, നവ്യമായ ഒരു ഭവ്യഗീതം അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അപ്പൊ അതങ്ങനെ കേട്ടിട്ട് അമ്മച്ചിക്ക് ഇഷ്ടം തോന്നിയപ്പോ ചേച്ചിക്ക് മേരി നവ്യാന്നും എനിക്ക് സരി ഭവ്യാന്നും പേരിട്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. വേറെ ആർക്കും ഇങ്ങനത്തെ പേരുണ്ടാവില്ല. അതെന്നോട് കേൾക്കണ എല്ലാവരും പറയാറുണ്ട്. യെസ്, ഞാൻ എന്റെ മകൾക്ക് ഇട്ടിരിക്കുന്ന പേര് ലിസ്യു എന്നാണ്. ലിസ്യു. അപ്പോ ആളുകൾ അത് വേണ്ട മോശം പേരിനൊക്കെ അന്ന് പറഞ്ഞു. പക്ഷെ അവള് വലുത് കഴിയുമ്പോ അത് കുഴപ്പമില്ല, വേറെ എവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പേരില്ല, എന്റെ പേരില് കുഴപ്പമില്ലാന്ന് തോന്നി. ഞാൻ പറഞ്ഞത് ഇറ്റലിയിലുള്ള ഒരു സ്ഥലത്തിന്റെ പേരാണ് ലിസി. ഇറ്റലിയിലുള്ള സ്ഥലത്തിന്റെ പേരാണ്. യെസ്. അപ്പൊ അങ്ങനെ ഓരോന്നിന്റെയും പിന്നിൽ ഓരോ കാരണങ്ങൾ ഉണ്ടാവുമല്ലോ, അതുകൊണ്ടാണ്. ഒരു ഇന്റർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന സാധ്യതയുള്ള പേര് ഷെരി ബബി പങ്കെടുക്കുന്ന ഇന്റർവ്യൂവിൽ യുവർ നെയിം ഇസ് വെരി സ്ട്രേഞ്ച്, വാട്ട് ഈസ് മീൻ ബൈ ഷെരി ബബി ചോദിക്കും. അപ്പൊ അതിന് ഉത്തരം കണ്ടുപിടിച്ചോളാം. മൈ എൽഡർ സിസ്റ്റേഴ്സ് നെയിം ഈസ് Mary Navya. So in connection with that name, he was named as Sheri Navya. Yes. This is what I know. Okay. Yes, sir. Asida, Nasib, good afternoon. Good afternoon. Yes, Asida ഒച്ചയും നമ്മുടെ ഡാൻസിയുടെ ഒച്ചയൊക്കെ കേട്ട് കുറെ നാളുകളായല്ലോ. ഹോസ്പിറ്റലിലാണ് സാറേ, ഞാൻ വെറുതെ ഒന്ന് കയറി നോക്കിയതാണ്. അത് ലങ്സിന് ചെറിയൊരു പ്രശ്നം, അപ്പം അഡ്മിറ്റാ. ഹസീനക്കാണോ? അതെ. കിടന്നോളൂ. ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. ശരി. നമുക്ക് ആരംഭിക്കാം. ആരാണ് പ്രയർ? ആരുമില്ല. യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൈനിങ് ഒന്നുമില്ലല്ലോ? Signing ഉണ്ട് sir. എന്നാ ചെയ്തോളൂ. ഓക്കെ, നസീബ. Good afternoon all, respected job sir and my dear friends. I hope you all are refreshed and energized for another class section. Welcome you all. We are like a box of crayons. Each one of us is unique
And when we get together, our classroom is a complete. Once again, welcome back everyone. Super. നല്ല അടിപൊളി വേർഡ്സ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. എവിടെ നിന്ന് കിട്ടി? യെസ്. Sir, thought of the English. day ഞാനാണ് sir. ഓക്കെ, കീർത്തി പറയൂ. Smile is the electricity and life is a battery. Whenever you smile, the battery gets charged and a beautiful day is activated. So keep smiling. എവിടെ നിന്ന് കിട്ടിയതിന്റെ കീർത്തി ഇങ്ങനെയുള്ള വാചകങ്ങളൊക്കെ? ലൈഫ് ഈസ് അല്ലെ, സ്മൈൽ ഈസ് Life is a battery. Smile is is a the battery. electricity. ഇലക്ട്രിസിറ്റി. ഓ യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ ഞാൻ കീർത്തി അഭിനന്ദിക്കുന്നത് തപ്പി പിടിച്ചില്ലേ എവിടെന്നെങ്കിലും എവിടെയെങ്കിലും ഇത് കണ്ടു Thank you, sir. Thank you, sir. ഇംഗ്ലീഷ് ക്ലാസ്സിൽ സൂട്ട് ആവും എന്ന് പറഞ്ഞ് അതിങ്ങനെ എടുത്തു മാറ്റി വെച്ചില്ലേ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കുഴപ്പമില്ല, വളരെ നല്ല റൈമിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. നീനു, ആദിരാവി, ഗുഡ് ആഫ്റ്റർനൂൺ. Sir, good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. കാര്യം പറയുന്നത് കൊണ്ടാ പിന്നെ ഒന്നും മിണ്ടാഞ്ഞത്. യെസ്, ഓക്കെ, ഓക്കെ, നോ പ്രോബ്ലം, നോ പ്രോബ്ലം. യെസ്, നമുക്ക് ആരംഭിക്കാം. യെസ്, ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അഡ്ജക്റ്റീവിനെ കുറിച്ചായിരുന്നു. ഇനി അഡ്ജക്റ്റീവില് ഞാൻ കുറച്ച് എക്സസൈസ് ഞാനിപ്പോ അത് വിട്ടുപോയി. യെസ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. യെസ്, ഇവിടെ നമ്മളതിൻ്റെ ഒരു പോസിറ്റീവും കമ്പാരിറ്റീവും സൂപ്പർലേറ്റീവും വരെ എത്തി നിൽക്കുന്നുണ്ട്. യെസ്, ഓക്കെ, നമുക്ക് അതിന്റെ ബാലൻസ് ഒന്ന് പറയാം. യെസ്, ഷിലു. Yes, sir. യെസ്, ഹൗ ആർ യു ഷിലു? Fine, sir. വെരി ഗുഡ്, വെരി ഗുഡ്. മ്യൂട്ട് ചെയ്ത് ഞാൻ വിളിച്ചോളാം. അപ്പൊ ഒരു ചോദ്യം ഇതാണ്. അപ്പൊ ചോദ്യം വേറെ ഒന്നുമല്ല, നിങ്ങളുടെ നേറ്റീവ് പ്ലേസില്ലേ, ജന്മസ്ഥലം, വേർ യു ആർ ബോൺ, നിങ്ങളുടെ നാട് ഒരു ഗ്രാമമായിരിക്കും. അപ്പൊ ആ ഗ്രാമത്തെ കുറിച്ച് നിങ്ങൾ ഒന്ന് വിവരിക്കുക. നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച്, നിങ്ങളുടെ വില്ലേജിനെ കുറിച്ച്. അവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള പള്ളി ഏതാണ്, ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ ഏതാണ്, അതിലൂടെ ഒഴുകുന്ന ഫേമസ് ആയിട്ടുള്ള റിവർ ഏതാണ്, മൗണ്ടൻസോ വല്ലതും ഉണ്ടെങ്കിൽ അതെന്താണ്. നിങ്ങളത് പറയണ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വിസിറ്റ് ചെയ്യാൻ തോന്നണം, ഞങ്ങൾക്ക് അങ്ങോട്ട് വരാൻ അല്ലെങ്കിൽ ആ വഴിക്ക് വരാൻ തോന്നണം. എപ്പോഴെങ്കിലും നല്ല ഭംഗിയോടെ ഇപ്പൊ നമുക്ക് പറയാം, മൈ നേറ്റീവ് പ്ലേസ് ഈസ്, നേറ്റീവ് വില്ലേജ് ഈസ് ചേന്നമംഗലം. ചേന്നമംഗലം ഇസ് എ ലാൻഡ് ഓഫ് ടെമ്പിൾസ്. ധാരാളം അമ്പലങ്ങളുള്ള നാടാണ് ചേന്നമംഗലം. Here is also a one famous palace, the palace of Paliyathachen. That means the Prime Minister of the King of Kochi. കൊച്ചി രാജാവിന്റെ പ്രധാനമന്ത്രിയുടെ വീടാണ് ഇവിടെ. So many people come, tourists come to visit that place. പിന്നെ ഇതിലൂടെ ഒഴുകുന്ന ബ്രാഞ്ച് ഓഫ് റിവർ പെരിയാർ is also flowing through this way. പെരിയാറിന്റെ ഒരു കൈവഴിയിലൂടെ പോകുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ നാടിനെ കുറിച്ച് നിങ്ങൾ ഇങ്ങനെ പറയാം. മൈ നേറ്റീവ് പ്ലേസ് ഈസ്, എന്റെ നേറ്റീവ് പ്ലേസ്, കറക്റ്റ് പ്ലേസ് പറയുന്നു. ഇറ്റ് ഈസ് ഏത് വില്ലേജ് ആണ്, ഇന്ന വില്ലേജ് ആണ്. ആ ഗ്രാമത്തിലുള്ള പ്രത്യേകതകൾ പറയാം. യെസ്, നിങ്ങളെ ആ ഗ്രാമത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവില്ല. യെസ്, ഒരുപക്ഷെ നിങ്ങൾ ജനിച്ചത് വേറെ സ്ഥലത്തായിരിക്കാം, എങ്കിലും ഇപ്പൊ താമസിക്കുന്നത് വേറെ. അപ്പൊ അത് പറഞ്ഞാൽ മതി. ഐ വാസ് ബോൺ ഇൻ ഡാഷ്, നൗ ഐ ആം സെറ്റിൽഡ് ഇൻ, എവിടെയാണ് സെറ്റിൽ ചെയ്യുന്നത്. നിങ്ങൾ സെറ്റിൽ ചെയ്യുന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവിടെ അതിനെ കുറിച്ച് പറഞ്ഞാൽ മതി. അവിടെ ചിലപ്പോൾ 10-15 കൊല്ലമായിട്ട് അവിടെ താമസിക്കുമ്പോൾ പഴയതെല്ലാം മറന്ന് പുതിയ സ്ഥലത്തോട് നിങ്ങൾ ഇറങ്ങി ചേർന്നത്. നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച് മുപ്പത്തരം ഈസ് മൈ നേറ്റീവ് പ്ലേസ് ആൻഡ് ഏലൂർ ഈസ് മൈ വില്ലേജ്. As far as Elur is concerned, Elur village is a municipality. Concerned, it is an industrial area. Lot of companies are there. TCC, Travancore Kochi Chemicals, FSCT, fertilizers and chemicals. FSCT,
Travancore Limited, then NAD, then HMT, so many other companies are there. എന്നൊക്കെ പറയാം നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ച് പറയാം. നിങ്ങൾക്കത് കേട്ട് കഴിയുമ്പോൾ അവിടത്തേക്ക് വരാനായിട്ട് തോന്നണം. അപ്പൊ ഷിനുവിനെ ആലോചിക്കാനായിട്ടുള്ള സമയമാണ് തന്നത്. ഷിനു റെഡിയാക്കാണെന്ന് എനിക്കറിയാം. ഷിനു കഴിഞ്ഞാൽ ഞാൻ വിദ്യയിലോട്ട് വരാം. അത് കഴിഞ്ഞാൽ ഡാൻസിബിയിലോട്ടും അത് കഴിഞ്ഞാൽ രമ്യയിലോട്ടും വരാം. യെസ്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ചൊരു 2 വാക്ക് പറയാനായിട്ട് റെഡിയാവാം. About your native place and native village. Shiru, are you ready? Yes, sir. Yes, sir. Yes. Shiru ചിരിയൊക്കെ വരുന്നുണ്ട്. കാരണം എന്താണ്, സ്വന്തം നാടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അഭിമാനബോധമൊക്കെ ഉണ്ടാവുമല്ലോ. യെസ്, ഓക്കെ ഷിരു, കണ്ടേ. My native place is Malambur, which is located in Trivandrum city, near Attingal, and it's a beautiful and quiet village. Yes. And it's also situated near Varkala. Yes. And our place is famous for paddy fields, coconut trees, and also peaceful views. Yes. The main attraction of our village is we have so many temples Yes. nearby. One of the historic temple is Subramaniam Swami temple. Yes. It is famous for Agni Kavli. എന്ത് പറയുന്ന അറിയില്ല സാർ. Okay, continue. For Agni Kavli. Hmm. Agni Kavli festival. And villages are also peaceful members. And another temple named Tamburan Kshetra, which is famous for its Pada festival. And also nearby we have the beach, Varkala beach, where foreigners and all of them come to see the beach and enjoy them. And also cliff is famous in this place. That's all, sir. That is all about my village. Okay, okay. ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നിയിട്ട് ഷിനു, അത് ഗ്രാമത്തിലൂടെ ഞങ്ങൾക്ക് ആ വർക്കലൊക്കെ അടുത്താണ്. പിന്നെ വേറെ സംഭവങ്ങളൊക്കെ പാഡി ഫീൽഡ് എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങളത് മനസ്സിൽ കണ്ടു. വർക്കല, ശിവഗിരി അതൊക്കെ മനസ്സിലൂടെ ഇങ്ങനെ പോയി. പിന്നെ പാഡി ഫീൽഡൊക്കെ ഞങ്ങളുടെ മനസ്സിലൂടെ ഇങ്ങനെ പോകണം. യെസ്, വളരെ കാവ്യാത്മകമായിട്ട് അവതരിപ്പിച്ചോളൂ. വിദ്യ, ആർ യു റെഡി? Yes, sir. പറഞ്ഞോളൂ വിദ്യ. My native place is Idapalli, under Kalamassery municipality. Yes. Right on the banks of the Muttar river. Yes. My home is near the Carborundum company. Yes. That area beautifully surrounded by large shady green trees. Our Yes. neighborhood is very peaceful with paddy fields, while Idapalli as whole is famous for historic Idapalli church. Yes. It is a lovely mix of nature, industry and heritage. Yes. Athrola, sir. Yes. Near Edapalli, there is a famous stall, Lulu Mall. അല്ലേ? അത് പറയാമായിരുന്നു. കേരളത്തിൽ ആകെ ഉള്ളത് അവിടെയല്ലേ? യെസ്. അപ്പൊ ലുലു മാളിനെ കുറിച്ച് പറയാം. ആദ്യം വന്നത് അപ്പൊ അതിനെ കുറിച്ച് പറയാം. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇടപ്പള്ളി എന്ന് പറയുമ്പോൾ അവിടെ പ്രസിദ്ധരായ കവികളൊക്കെ ഉണ്ടായിരുന്നു. വെരി ഗുഡ് വെരി ഗുഡ്. പറയാൻ കിട്ടില്ല. ഓക്കെ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. യെസ് യെസ്. Then Shiva, tell Yes, something sir. about native village. My native place is Madakara, a beautiful Madakara. village in Kannur district. Yes. It is unique because it is surrounded by rivers in all four sides, make it feel like an island, small island. Yes. Our village connected with 2 bridges, which add
which increase our village beauty. Yes. The river banks are beautifully lined with Kandalkad, which create a peaceful atmosphere. Yes. Many green paddy fields spread across the village, adding Yes. natural beauty. It Yes. makes a beautiful scenery to our village. Yes. In our village, there is mosque, temple, and church standing close to one another, Yes. which increase our harmony and Yes. respect each other beliefs, and we celebrate in unity. Yes. In past, our village was very few facilities, but over years it is developed, and today it is almost like a small town. Oh. One side of our river connect with the Arabian Sea, which it is a beautiful landscape and it is very attractive. Yes. Thrill. ഓക്കെ നൻസിമ, നല്ല ഭംഗിയായിട്ട് പറഞ്ഞു കേട്ടോ. വില്ലേജിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയൊക്കെ പോയിട്ടുണ്ട്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഇവിടെ ഒരു കാര്യം നൻസിമക്ക് പറ്റും. ഒരു ടൂറിസ്റ്റ് ഇതിന്റെ അകത്ത് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഗ്രാമത്തെ കുറിച്ചൊരു ബ്രോഷർ തയ്യാറാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനമൊക്കെ അവർക്ക് കൊടുക്കാം. നമ്മൾ കണ്ടില്ല ചില ടൂറിസ്റ്റ് പ്ലേസിലേക്ക് ചെല്ലുമ്പോൾ അവർ നമുക്ക് ടിക്കറ്റ് തരുന്നതിനോടൊപ്പം ഒരു ബ്രോഷർ ഒരു മടക്കി 2-3 പീസൊക്കെ ആയിട്ട് മടക്കി ഒരു പേപ്പർ. അപ്പൊ അതിൻ്റെ അകത്ത് ചിലപ്പോൾ അവരുടെ പ്ലേസ് ഉണ്ടാവും, ആ പ്ലേസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത ഉണ്ടാവും. അങ്ങനെ യെസ്. തൃശ്ശൂർ പൂരത്തിന് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതേപോലെ ഒരു കൊടുക്കണ കാണാം. ആ അമ്പലത്തിന്റെയും ആ പരിസരത്തിന്റെയും എല്ലാ പ്രത്യേകതകളൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണതാണ്. യെസ്. ഓക്കെ നൻസിമ, വെരി ഗുഡ്. രമ്യ കഴിഞ്ഞാല് ബിസ്മിയിലേക്ക് വരാം. ബിസ്മി കഴിഞ്ഞാല് സരിബവയിലേക്കും നസീഫയിലേക്കും നീനുവിലേക്കും വരാം. ഗെറ്റ് റെഡി. ഓക്കെ രമ്യ പറഞ്ഞോളൂ. Sir, the name of my village is Ilamballur in the district of Kollam. It is a peaceful village. Many temples are there. One of the famous temple is Ilamballur Devi temple. Kontra proclamation is expressed in this temple. I hope everyone know about Kontra proclamation. It connects with Martandavarma. So many canals are there. One canal is near in my house. Every morning I heard songs in temples. It's very quiet atmosphere and green fields make it a pleasant place to live. And the peoples of my village is very kind and innocent. Not only temples but many churches also there in my village. It's very nice village to live. That's all. ഓക്കെ 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 രമ്യ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കൊല്ലത്തിന്റെ ഒരു ഭംഗിയെ കിട്ടി കേട്ടോ. വെരി ഗുഡ്, രസകരമായിട്ട് പറയട്ടോ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ബിസ്മി, ടെൽ സംതിങ് അബൌട്ട് യുവർ നേറ്റീവ് വില്ലേജ്. My village is my native place is Etumanur in Kottayam district. It is well known for Etumanur temple. It's famous and famous for Edarapponnana. When the festival of Etumanur temple arrived, there are many people came from different parts of Kerala. It's a very big festival. Then Lulumal is also in our district, Kottayam. Meenachilar is flowing near my village. Then every people are living in unity. Church and mosque are also in my village. It's very beautiful.
The place it's very calm and quiet. I love my village. Thank you, sir. Okay. Very good. ആ ഏറ്റുമാനൂർ അമ്പലത്തിന്റെ അരികത്തും കൂടെ ഒരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വന്നിരുന്നു. തൊട്ടരികത്തുള്ള ഒരു ലോഡ്ജില്, ആ ലോഡ്ജില് ഏതാനും മണിക്കൂറുകൾ ഞാൻ ഉണ്ടായിരുന്നു. യെസ്. ഉണ്ട്. ഒരു പഴയൊരു ലോഡ്ജ്. ഓക്കെ. വെരി ഗുഡ്. രസകരമായിട്ട് അവതരിപ്പിച്ചു. Thank you, sir. ഓക്കെ. ശരി ഭവ്യ, പറയൂ. My native place is Muttinagam. It is in Varapura. Varapura church is very famous. I heard that British people built this church. It is very old and beautiful. And Varapura market is also famous. Yes. We can get many river fish there. Now a lot of development is happening there. Like ചീപ്പ് ആയിട്ട് കിട്ടും അല്ലേ? എന്താ വിലക്കുറവിൽ കിട്ടും അല്ലേ അവിടെ? അതെ. And now a lot of development is happening there. Like work on the national highways is happening now. That's all, sir. ഓക്കെ. ശരി ഭവ്യ. പണ്ട് നമ്മുടെ ആ ഹൈവേ വരുന്നതിന് മുമ്പ് പറവൂരിൽ നിന്നുള്ള ഏലൂർക്കൊരു ബസ് പോയിരുന്നത് ഈ പറഞ്ഞ ഒരാപ്പുഴയുടെ ടച്ച് ചെയ്താണ് പോയിരുന്നത്. യെസ്. അപ്പൊ അന്നൊക്കെ കോളേജിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ആ വഴി പോവുകയും ശരി ബേബി പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഓർക്കുകയായിരുന്നു. യെസ്. ഈ അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ ഈ ചാത്തനാട് ഭാഗത്ത് ഒരു പുതിയൊരു പാലം വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ആ പാലത്തിലൂടെ പോയിട്ടില്ല. അപ്പൊ അങ്ങനെ ഒന്ന് പോകാം എന്ന് വിചാരിച്ചു. പിന്നെ അപ്പുറത്തോടെ ഈ കഴിഞ്ഞ കടമക്കുടിയല്ലേ, കടമക്കുടി ഒരു ടൂറിസം സ്പോട്ടല്ല. അപ്പൊ അതിലേക്ക് ഇറങ്ങി ഏലൂര് വരാപ്പുഴ വഴികൾ പോന്നു. അപ്പൊ ഞാൻ ആ മാർക്കറ്റ് ഇപ്പൊ പറഞ്ഞപ്പോ ഞാൻ വരുമ്പോഴും നല്ല തിരക്കാണ് അവിടെ. യെസ്. വെരി ഗുഡ്. നസീഫ പറയൂ. എല്ലാത്തരം മീനും കിട്ടും സാറേ അവിടെ. എല്ലാത്തരം മീനും അവിടെ കിട്ടും. എല്ലാത്തരം മീനും വിലക്കുറവിലൊക്കെ കിട്ടും അവിടെ. തൊട്ടപ്പുറത്ത് പുഴയല്ലേ, ആവശ്യമില്ലേ? ഓക്കെ. ശരിയാണ്. ഈവൻ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാർ പോലും അവിടെ അങ്ങോട്ടാ പോണത് പിന്നെ ആഘോഷങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ. ഓക്കെ. നസീഫ പറയൂ. My village is Kuttichal. It's a village in Trivandrum district. Kuttichal is a part of Kattakada. My narrative place is Neyyar Dam, Neyyar Wildlife, full of it's a Neyyar Dam. You also know as it's a dam. Here a Neyyar Dam festival in every year. In our area, full of rubber trees and trees. Rainy and cold climate. I like the climate so much. Small facilities are not here, right? But it's okay place. Some more tourist places are here, like Amburi Palam, Ponmudi, like is near to here. I also like the place, and thank you. ഓക്കെ. നസീഫ, നെയ്യാർ ഡാമിന്റെ അടുത്ത് തന്നെയല്ലേ ഒരു കൊക്കോഡിൽ പാർക്കില്ലേ? കൊക്കോഡിൽ അതിപ്പോ ഇല്ല സാർ. അതിപ്പോ ഇല്ല അല്ലേ? ഇല്ല. അതില്ല. അതിന് പകരം ഇപ്പൊ ഒരു ആന പാർക്ക് എന്ന് പറഞ്ഞ എലിഫന്റ് പാർക്ക് ഉണ്ട്. ആ കൊക്കോഡിൽ പാർക്കുള്ള സമയത്ത് ഞാൻ വന്നിട്ടുണ്ട്. 2000 തോന്നുന്നു. അതിപ്പോ ഇല്ല. ഞാനിപ്പോ നസീഫ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നെയ്യാർ ഡാമും പരിസരവും ആ കൊക്കോഡിൽ മുതലകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. മുതലകൾ മാത്രമേ നടക്കില്ല. പിന്നെ ഇങ്ങോട്ട് മാറി കഴിഞ്ഞാൽ ലയൺസ് സഫാരി പാർക്ക് ഉണ്ടായില്ലേ? എന്തോന്നാണ് ലയൺസ് സഫാരി പാർക്ക്? സിംഹങ്ങൾ അഴിച്ചു വിട്ടിരിക്കുന്നത്. അതൊന്നും ഇപ്പൊ ഇല്ല. അതൊന്നും ഇപ്പൊ ഇല്ല അല്ലേ? ഇല്ല. അത് ഭയങ്കര രസകരമായിട്ട് സിംഹങ്ങളെ അത് അഴിച്ചു വിട്ടിരിക്കുന്നുണ്ട്. നമ്മളൊരു ചെറിയ ചില്ലുള്ളൊരു വണ്ടി കയറ്റി നമ്മളെ കൊണ്ട് സിംഹത്തിന്റെ അടുത്ത് നിർത്തും. ഇപ്പൊ അതില്ല. പിന്നെ ഈ നെയ്യാർ ഡാം പോണ വഴിക്കാൻ ഇപ്പം ഒരു മാനിന്റെ ഒരു സംഭവം പുതിയതായിട്ട് തുടങ്ങി, ഡിയർ പാർക്ക് എന്ന് പറഞ്ഞിട്ട്.
അതൊക്കെ Yes. ഉള്ളു. ഇപ്പൊ പഴയതൊന്നും ഇല്ല. യെസ്. ഞാനന്ന് അവിടെ ചെന്ന് കഴിയുമ്പോ അവിടുത്തെ ആ സൂവിന്റെ ആളുകളോട് ചോദിച്ചു, ഏതെങ്കിലും സിംഹത്തിന് ഇങ്ങനെ അയച്ചു കൊടുത്തു കഴിഞ്ഞാലേ ഒരു പരിക്കോ അല്ലെങ്കിൽ ചികിത്സയോ വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെ കൊടുക്കും എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് മറുപടി പറഞ്ഞു, എല്ലാ ദിവസവും വൈകിട്ട് ഒരു പ്രത്യേക സമയം 4 മണി ആ സമയത്താണ് ഇതിന് ഇറച്ചി കൊടുക്കുന്നത്. അപ്പൊ ആ സമയമാകുമ്പോ അതിന് ഇറച്ചി കൊടുക്കേണ്ട സ്ഥലത്ത് നിന്ന് വരും. അവിടെ ഒരു ചെറിയൊരു പാസേജ് ആണ്, അതിൻ്റെ ഉള്ളിൽ കൂടി 1 by 1 ആയിട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു സിംഹത്തിന് വല്ല കംപ്ലൈന്റോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ അത് അങ്ങനെ വരുമ്പോ അവിടെ വെച്ച് അതിനെ നമുക്ക് കൂട്ടിലാക്കാൻ പറ്റുള്ളൂ, അതിന് മാത്രം. ആ രീതിയിലാണ് അതിന് ഫുഡ് കൊടുക്കുന്ന സമയമാകുമ്പോ കറക്റ്റ് വരുമ്പോൾ അങ്ങനെ പിടിക്കൊള്ളൂ. യെസ്. ഓക്കെ, ഞാനിപ്പോ നസീഫ് ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അത് ഓർത്താണ്. ഓക്കെ നസീഫ, വെരി ഗുഡ്, വെരി ഗുഡ്. ആതിര, കീർത്തി, ജോസ്മി, മുബഷീറ, സിനി, ഗെറ്റ് റെഡി. പറയൂ നീനു, tell something about your native place. എന്നോടല്ലേ സാർ, നീനു എന്നല്ലേ വിളിച്ചേ? നീനു. Okay. My native place, Shastangota, is town in Kollam district. It was a very beautiful village. And the importance of our place, first one is the largest freshwater lake in Kerala, that's Shastangota. And another one is Shastangota Dharmashastra temple located on Shastangota lake. And the hundreds of monkeys are lived here. The peoples believe they are the armies of Lord Shasta. Then boating and fishing are the major activities in the lake. Oh, that's it, sir. So all of you welcome my village. യെസ്. പറയുക മാത്രമല്ല ശരിക്കും കേട്ടോ. ആ ഒരു ഐഡിയ ശരിയൊരു നീനു തോന്നിയില്ലേ? യെസ്, ഒരു ഐഡിയ ഇന്ന സംഭവമാണ് ഒരു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ നേരത്തെ വേറൊരാളും രസകരമായിട്ട് പറഞ്ഞായിരുന്നു. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ് നീനു, വെരി ഗുഡ്. Thank you, sir. ശാസ്താംകോട്ട കായൽ. ഓക്കെ, വെരി ഗുഡ്. ഇറ്റ്സ് എ ഫേമസ് വൺ. ഓക്കെ, ആതിര പറയൂ. Sir, my native place is Aramanganam, located in Kasaragod district, Uduma village. Yes. I feel proud to belong to a village and a district that is rich of heritage and Theyyam tradition. Yes. In front of my house, there is a cave dedicated to Kalichegavan Theyyam. Nearby, there is a Tanampura, where the famous Wayanattukulavan Theyyam is performed during the Theyyam season. In front of Tanampura flows a beautiful Aramanganam Tode and arcanite plantations in front of Tode. And Yes. also a LP school is located in my place. Yes. Near my village, the famous Trikanad Shiva temple situated beside the Arabian Sea, and the famous Bekal Fort, one of the largest and most beautiful seafort in Kerala. And Bekal beach is a clean and beautiful beach. Thank you, sir. Okay, very good, very good, very good. ഈ മലബാർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ തെയ്യം ഇറ്റ്സ് എ റെപ്രസെന്റേറ്റീവ് ഓഫ് ഗോഡ്. ആം ഐ റൈറ്റ്? അല്ലേ? Yes, sir. വിവിധ തരത്തിലുള്ള തെയ്യമുണ്ട്. എന്തോ? എല്ലാ തരത്തിലുള്ള തെയ്യമുണ്ട്. യെസ്, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഞാൻ ഈ തൃശ്ശൂർ ജില്ലയിൽ ഞാൻ കുറെ നാളുണ്ടായിരുന്നു. എനിക്ക് തെയ്യത്തെ കുറിച്ച് അത്രയും അറിയാമായിരുന്നില്ല. അപ്പൊ അവിടുത്തെ സംഗീത നാടക അക്കാദമിയുടെ വരിക്കാരനായിരുന്നു മാഗസിന്റെ. അപ്പൊ മാഗസിൻ അത് വീട്ടിൽ വന്നു തുടങ്ങിയപ്പോഴാണ് ഞാൻ തെയ്യത്തെ കുറിച്ച് പഠിച്ചു തുടങ്ങിയത്. കാരണം അത്രയും എനിക്ക് അത്രയും ഇമ്പോർട്ടൻസ് അറിയാമായിരുന്നില്ല, എന്താണ് സംഭവം എന്നുള്ള എനിക്ക്. തെയ്യം എന്ന് കേട്ടിട്ടുള്ള ഇത് എത്രമാത്രം അങ്ങനെ ഇൻവോൾവ്ഡ് ആണെന്ന് എനിക്കറിയാം, ഞാൻ മനസ്സിലാക്കിയിരുന്നില്ല. അത് വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഓരോരുത്തരുടെ ലേഖനങ്ങളും തെയ്യം കോലത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ വായിച്ചപ്പോഴേക്കും എനിക്ക് അതിന്റെ ആ നാടുമായിട്ട് ഇതൊക്കെ മാത്രം കണക്ട് ചെയ്തിരിക്കുന്നത് മനസ്സിലായി. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അതില കീർത്തി പറയൂ. കീർത്തിയുടെ യെസ്. Okay, sir. Trivandrum, the capital city of Kerala, is my native place.
Trivandrum has always been my permanent home and the center of my life. One of the most beautiful, unique feature of Trivandrum is its inspiring spirit of communal harmony. Best showcased at Palayam, it is perhaps one of the very few places where a mosque, a church, and a temple stand side by side in perfect peace and unity. Yes. As the state capital, Trivandrum is also the administrative and political powerhouse of Kerala. Beyond its Yes. political and cultural significance, the city is world renowned for the historic Sri Padmanabha Swami temple, a majestic Yes. landmark of immense spiritual value. Yes. Then we also boast a stunning coastline with breaking through beaches like Kovalam and Shangumugam. Yes. For shopping and entertainment, we have the massive Lulu Mall alongside numerous other bursting hubs, while nature's lovers can expose a famous Trivandrum Zoo. Yes. I am incredibly proud to call my beautiful city my home. Thank you, sir. Oh, I am proud to be called. I am proud to be announced that I was born and brought up in Trivandrum. Okay, very good, very good. The political powerhouse. പിന്നെ അവിടെ നേരത്തെ പറഞ്ഞ ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് സ്റ്റൈൽ ആയിട്ട് പറഞ്ഞു വെരി ഗുഡ് നല്ല വാക്കുകളൊക്കെ പറഞ്ഞു. കേരളത്തിന്റെ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കുന്നത് തിരുവനന്തപുരമാണ് അല്ലെ? യെസ്. പിന്നെ ഇപ്പൊ പറഞ്ഞില്ലേ ഒരു ചർച്ച്, പിന്നെ ഒരു മോസ്ക്, ഇവിടെയുള്ള പ്രത്യേകതയാണ് ഒരുമിച്ച് ഒരു സെന്ററിലാണ് അത്. ട്രിവാൻഡ്രംകാർക്ക് അറിയാൻ പറ്റും. പാളയത്ത് എന്ന് പറയും, അവിടെയാണ് ഇത് 3 സിറ്റിയുടെ തന്നെ. ഓക്കെ 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 കറക്റ്റ് ആണ്. സെയിം ഒരു സംഗതി ഇവിടെ ഞങ്ങളുടെ നാട്ടിലുണ്ട്. അത് ഈ പറഞ്ഞ ഐറ്റം കൂടാതെ വേറൊന്നും കൂടിയുണ്ട്. ഒരു ജൂവിഷ് ചർച്ച് ജൂതപ്പള്ളിയിൽ അതുണ്ട്. ഇത് 4 കൂടെ ഒരുമിച്ച് നിൽക്കുകയാണ്. ഒരു മോസ്ക് ഉണ്ട്, ടെമ്പിൾ ഉണ്ട്, ചർച്ച് ഉണ്ട്. ഇൻ അഡീഷൻ ടു ദാറ്റ് എ ജൂവിഷ് ചർച്ച്. നമ്മുടെ ഒരു സുഹൃത്ത് നമ്മുടെ ഒരു അശ്വമേധം ഒരു പരിപാടി ഉണ്ടായിരുന്നു. പ്രദീപ് എന്ന് പറഞ്ഞ ഒരാൾ നടത്തിയ അശ്വമേധം. നമ്മുടെ മനസ്സിലൊരു കാര്യം വിചാരിക്കുക, പുള്ളി യെസ് ഓർ നോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നു. അത് ഇവിടെ നിന്ന് പോയ ഒരാള് ഈ ഒരു സ്ഥലമാണ് മനസ്സിൽ വിചാരിച്ചത്. യെസ്, അങ്ങനെ ഒരു സംഭവമുണ്ട്. യെസ്, ഞാനിപ്പോ തീർച്ചയായത് പറഞ്ഞപ്പോൾ ചിന്തിച്ചാണ്. സെയിം പ്ലേസ് ഇൻ അഡീഷൻ ടു ദാറ്റ് എ ജൂയിഷ് ചർച്ച്. യെസ്, ജോസ്മി പറയൂ. ജോസ്മിയുടെ നാട് വൈപ്പിനും ഭാഗത്തെ കുറിച്ച് പറയൂ. Good afternoon, sir. Yes, good afternoon. My native place is Malippuram. It is located on Vaipin Island in Ernakulam district. It is very beautiful place. My place has so many prawn aquacultural pond and also an Arabian Sea near to my home, and also so many famous beach like Puduvaippu beach. And Puduvaippu lighthouse is one of the tallest lighthouse in India. It is also near to my home. Within 1 kilometer of my house, there is a hospital, village office, panchayat office, KCB office, and school. Everything is situated close together. That's all, sir. That's all. Okay. നല്ല നാടാണ് ജോസ്മിയുടെ നാട്. ഏതാണ്ട് കടലും കരയും ഏതാണ്ട് സമമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാഹനത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു വശത്ത് കടല് കാണാം, ഒരു വശത്ത് റോഡ്. അങ്ങനെ രസകരമായ നാടാണ്. യെസ്. പിന്നെ ഈ പറഞ്ഞ പോലെ അക്വാട്ടിക് ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ ഉള്ളൊരു സ്ഥലമാണ് ഈ ജോസ്മിയുടെ നാട് എന്ന് പറഞ്ഞത് അല്ലേ ജോസ്മി? അതെ സർ, അപ്പുറം ഇപ്പുറം സിമ്മിക്കെട്ടാണ്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പണ്ട് സുനാമി വന്ന സമയത്ത് ജോസ്മി അവിടെ ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കം നിങ്ങൾ ബാധിച്ചില്ല, കാരണം കടലുള്ള സ്ഥലത്ത് വെള്ളപ്പൊക്കം ബാധിച്ചില്ല. പക്ഷെ സുനാമി വന്നപ്പോ എനിക്ക് ഓർമ്മയുണ്ട്. ഞങ്ങള് ആന്റിയുടെ വീട്ടിൽ പോയി ഞങ്ങള് ബസ്സിൽ വരുമ്പോഴാണ് ആൾക്കാർ ഇങ്ങനെ പറയണ, ഇങ്ങനെ പുഴയൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വെള്ളമായിട്ടേ എന്തോ സുനാമി എന്നൊക്കെ ഇങ്ങനെ പറയണ, അങ്ങനെയൊക്കെ ഓർമ്മയുണ്ട് എനിക്ക്.
Yes. Okay. Very good. Yes. ഈ അവിടെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ കടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് 2015 പ്രളയമുണ്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ. നാടൊക്കെ മുങ്ങിപ്പോയി. അപ്പൊ എല്ലാവരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഞാൻ എന്റെ 2 പിള്ളേരെയും ഭാര്യയോടും പറഞ്ഞു, നമുക്ക് പോകണ്ട, നമുക്ക് ഇവിടെ തന്നെ നിൽക്കാം, മുകളിൽ കൂടാ. അപ്പൊ നമുക്കൊരു തീരുമാനം ഉറപ്പ് മരിക്കണമെങ്കിൽ ഒരുമിച്ച്, ജീവിക്കണമെങ്കിൽ ഒരുമിച്ച്, ഉറപ്പല്ലേന്ന് ചോദിച്ചു. അപ്പൊ ഏതെങ്കിലും 3 പേര് കൈവച്ചു. ഓക്കെ, അത് നമുക്ക് പോകണ്ട. അത് അങ്ങനെ പ്രളയം വന്നു. അപ്പൊ ഞങ്ങൾ പോയില്ല. മതിലിന്റെ ഒക്കെ ലെവലിൽ വെള്ളം ഉൾക്കൊണ്ടിരിക്കണം. അപ്പൊ മുകളിൽ ഇതിനകത്ത് നിങ്ങൾ കാണാം. കുറച്ചു പേരൊക്കെ വന്ന് പറഞ്ഞു പോണമെന്ന് പറഞ്ഞു. പക്ഷെ ഇതെങ്ങനെ ആസ്വദിച്ച് അങ്ങനെ നിന്നു. പറഞ്ഞു വന്ന സംഗതി ഓക്കെ. പിന്നെ ലാസ്റ്റ് ആയപ്പോ നിർബന്ധങ്ങളൊക്കെ അപ്പൊ വെള്ളം ഇറങ്ങി തുടങ്ങിയില്ല. നിർബന്ധങ്ങളൊക്കെ സഹിക്കാതെ വന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് മാറി. അപ്പൊ അങ്ങനെ ഞങ്ങള് മുനമ്പത്ത് ചെന്ന്. അപ്പൊ മുനമ്പത്ത് ചെന്ന് കഴിഞ്ഞ സമയത്ത് അവിടെ അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ വെള്ളപ്പൊക്കമൊന്നുമില്ല, കടലുള്ള സ്ഥലത്ത് കുഴപ്പമുണ്ടായിരുന്നു. അപ്പോ അവിടെ ഒരു കാർന്നോര് അയാള് ഞങ്ങൾ സംസാരിച്ചപ്പോ പുള്ളി കറക്റ്റ് പറഞ്ഞു, കുറെ കണക്കൊക്കെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത്രാം തീയതി മുതൽ വെള്ളം ഇറങ്ങി തുടങ്ങുന്നു, ഒരു ഡേറ്റ് പറഞ്ഞു. അതിനു മുമ്പ് വെള്ളം ഇറങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കറക്റ്റായിരുന്നു. കാരണം വെച്ചാൽ ആ ദിവസം കഴിയുമ്പോൾ വെള്ളമോടെ പോയി തുടങ്ങിയത് അദ്ദേഹം പക്ഷെ അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം. പഠിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് കുറച്ച് പ്രായോഗികമായ സംഗതിയില്ലേ. ഇത്ര ദിവസം കഴിയുമ്പോൾ കടല് വെള്ളം എടുത്ത് പോകും, പിന്നെ കടലോട്ട് പൊക്കോളും. ഒരു ഡേറ്റ് പറഞ്ഞു. ആ ഡേറ്റ് കഴിയാതെ വെള്ളം കടലെടുക്കില്ല എന്ന് പറഞ്ഞു. അതാണ് ഈ ജോസ്മിയുടെ നാട്ടിലുള്ള ആളുകളുടെ പ്രത്യേകത. യെസ്, ഓക്കെ ജോസ്മിൻ, വെരി ഗുഡ്. മുബഷീറ പറയൂ. Good afternoon, sir. My native place, Pulatte Karakunna in Malappuram district. My village is very beautiful with coconut tree, rubber trees, pond, canals, etc. Field is filled with cultivation like tapioca, plantain trees are around us, and areca tree. Then one canal is flowing near to my house. Then so many domestic animals like cat, cow, goat, hens can see in some houses. Then there are 3 mosquitoes, one government school and one Anganwadi and small roads. There are beautiful and wonderful in our village. Some facilities like within 1 kilometer we can see village hospital, high school, CHC hospital, etc. Then small within canal we can see peacock flying and come to a top of our house from near rubber trees. Then children are fishing small fishes in the canal as the part of their playing, etc. ഓക്കെ മുബഷീർക്ക് ധാരാളം സമയം കിട്ടി. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് കണക്ക് കൊടുത്തു. വീട്ടിലുള്ള കോഴി, താറാവ്, പൂച്ച എന്ന് വേണ്ട സകല സംഗതികളും ഒക്കെ വെരി ഗുഡ് മുബഷീറ. നല്ല രസകരമായിട്ട് പറഞ്ഞു. ഈ പീക്കോക്ക് വരുന്ന കേസ് പറഞ്ഞു. പീക്കോക്കിന് വേറെ പ്രത്യേകതയും കൂടി ഉണ്ട്. പീക്കോക്ക് വരുമ്പോഴേ ഈ വെള്ളത്തിന്റെ ലഭ്യത കുറയുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടിയാണ്. നമുക്ക് ഓരോ ജീവജാലങ്ങൾക്കും ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ജീവജാലങ്ങൾ മനുഷ്യർക്ക് അറിയില്ല, പക്ഷെ മൃഗങ്ങൾക്ക് അതിന് സെൻസ് കിട്ടും. യെസ്, എന്ന് പറഞ്ഞ പോലെ വരൾച്ചയുടെ ഒരു സിമ്പിളാണ്. വരൾച്ച വരും, പുറകിലൂടെ വരുന്നുണ്ട് എന്നുള്ള ഒരു സിമ്പിളും കൂടിയാണ്. അത് വേറെ പല കാര്യങ്ങൾ ഉണ്ടാവാം. വൺ ഈസ് ദാറ്റ് നമ്മുടെ ഈ ഞാൻ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ അവിടെ ഒരു മാസത്തിൽ ഒരു പ്രാവശ്യം ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലെ ഒരു ഉദ്യോഗസ്ഥൻ വരും. അപ്പൊ വലിയൊരു കിണറുണ്ട്. കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇത്ര വട്ടമുള്ളൂ കിണർ, കാഴ്ചയിൽ പോയിക്കുന്നു. അപ്പൊ അവര് വന്നിട്ട് അവരൊരു മെഷീൻ ഉണ്ട്, ആ മെഷീൻ അങ്ങനെ ഇടും. ആ മെഷീൻ അറ്റത്ത് ടേപ്പാണ്, അതിങ്ങനെ ഇട്ടിട്ട് പോകും. ആ മെഷീൻ ചെന്ന് വെള്ളത്തിൽ മുട്ടുമ്പോ ഇവിടെ പീം എന്ന് പറയുന്ന ശബ്ദം ഉണ്ടാകും. അപ്പൊ അവരിവിടെ നോക്കിയിട്ട് പറയും വാട്ടർ ലെവല് ഈ ഭൂമിയുടെ നിരപ്പിൽ നിന്ന്
എത്ര മീറ്റർ താഴെയാണെന്ന് പറയും. പിന്നത്തെ മാസം അവരിത് നോക്കും, നോക്കിയിട്ട് പറയും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വാട്ടർ ലെവൽ കണ്ടതിനേക്കാളും 2 മീറ്റർ കൂടി വീണ്ടും വാട്ടർ ലെവൽ താഴോട്ട് പോയി എന്ന് പറയും. അത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കുറെ നാളൊക്കെ കഴിയുമ്പോഴല്ലേ, നമ്മുടെ കാലഘട്ടം കഴിഞ്ഞു പോകും, 19 വർഷമൊക്കെ കഴിഞ്ഞു പോകും, നിങ്ങളുടെ കാലഘട്ടവും ചിലപ്പോൾ കഴിഞ്ഞു പോയിരിക്കും. വെള്ളത്തിന്റെ ലഭ്യത വലിയ പ്രശ്നമാണ്. യെസ്, പെട്രോൾ പോലെ ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട സംഗതി എന്തായിട്ടും മാറും, കുടിവെള്ളമായിട്ട് മാറും, നല്ല വെള്ളമായിട്ട് മാറും എന്നുള്ള സാധ്യതയുണ്ട്. യെസ്, ഓക്കെ. അപ്പൊ ഹസീനക്ക് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഹസീനയിലോട്ട് വരുന്നില്ല. യെസ്, എല്ലാ ഹസീന കേട്ടിട്ടുണ്ടാവുമെന്നറിയാം. യെസ്, എല്ലാവരും വളരെ രസകരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ അവതരണ ശേഷിയെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ പ്രസൻസ്, പിന്നെ ഇതാവുമ്പോൾ നിങ്ങളുടെ നാടാണ്, നിങ്ങളുടെ നാടിനെ കുറിച്ച് നിങ്ങൾക്കല്ലാതെ വേറെ ആർക്കും പറയാൻ പറ്റില്ല. യെസ്, ഇത് ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിങ്ങളുടെ നാടിനെ കുറിച്ചൊന്ന് പറയൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്റ്റോക്ക് ഉണ്ടാവും. യെസ്, കാരണം അത് നിങ്ങൾക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഇംഗ്ലീഷൊക്കെ പറയാൻ പറ്റുമെന്നോ അവര് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം തന്നെ ഞാനിവിടെ ചോദിച്ചു. നമ്മൾ പലപ്പോഴും എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ ഭാവിയിൽ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഓ ഇതിനോടൊക്കെ തന്നെ സമാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാണല്ലോ നിങ്ങൾ ചിന്തിക്കും. യെസ്, ഇതും ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ടെൽ സംതിങ് അബൌട്ട് യുവർ നേറ്റീവ് പ്ലേസ്, നിങ്ങളുടെ നാടിനെ കുറിച്ചൊന്ന് പറയും എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സ്റ്റോക്ക് ഉണ്ടാവും. ഓക്കെ, യു ഹാവ് ഡൺ ഇറ്റ് വെരി വെൽ. നിങ്ങളുടെ പ്രകടനം സൂപ്പറാന്ന് പറയും. യെസ്, ഇനി നമ്മള് ക്ലാസ്സിലേക്കുള്ള സമയം കുറവായതുകൊണ്ട് വേറൊരു കാര്യം ചോദിക്കാം. യെസ്, ഞാനൊരു വാചകം പറയാം, അതൊന്ന് എഴുതാം. എഴുതിക്കോ. If a dog, 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 choose, CHEWS, ചവയ്ക്കുക, choose, shoes, 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 whose, WHOEC, whose shoes does he choose, CHOOSE. Okay. സർ ഞാൻ കേട്ടില്ല. ഓക്കെ, ഒന്നുകൂടി പറയാം. If a dog choose shoes, whose shoes does he choose? ഓക്കെ, കേട്ടല്ലോ. യെസ്, അപ്പൊ താങ്ക്സിബിന് ഞാനിവിടെ ഒരു ഒബ്സർവർ ആയിട്ട് നിർത്തുകയാണ്. ഒബ്സർവർ നിരീക്ഷിക്കാൻ. അപ്പൊ ഷിനു ചെയ്യേണ്ടത് ഈ സെന്റൻസ് നിർത്താതെ, ഇടക്ക് നിർത്താതെ സ്പീഡില് 2 പ്രാവശ്യം പറയും. നിർത്താൻ പാടില്ല. ഇറ്റ്സ് എ ടൈം ട്വിസ്റ്റർ ആണ്. നിർത്താൻ പാടില്ല, ഒരു സ്ഥലത്തും നിർത്താൻ പാടില്ല, പറഞ്ഞ പേര് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. യെസ്, ഷിലുവിനാണ് ഫസ്റ്റ് ചാൻസ്. അപ്പൊ ഷിലുവിനെ എവിടെയെങ്കിലും പറയുമ്പോൾ സ്റ്റോപ്പ് വന്നിട്ട് അത് ശ്രദ്ധിക്കാനായിട്ട് താൻസിബിനെ ഏൽപ്പിക്കുകയാണ്. താൻസിബ് പറയുമ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. താൻസിബിനെ ഏൽപ്പിക്കുകയാണ്.
അതിൻ്റെ അകത്ത് നോക്കിക്കോ. If a dog choose whose shoes does he choose? ഞാൻ പറഞ്ഞപ്പോ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് നിർത്താൻ പാടില്ല, വിട്ടാൽ സ്റ്റോപ്പ് ചെയ്യും. ശരി, ഓക്കെ ആവുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. ട്രൈ ചെയ്താൽ മതി, പോണി അങ്ങനെ പോട്ടെ, ഇന്റർനാഷണൽ പ്രശ്നമൊന്നും അല്ലല്ലോ. ശരി കഴിഞ്ഞാൽ വിദ്യയിലോട്ട് വരാട്ടെ. വിദ്യ, യെസ്, എങ്ങും തടയാതെ ഇങ്ങോട്ട്. If a dog choose, CHEWS, ചവയ്ക്കുക, shoes, whose shoes does he choose? പറഞ്ഞു നോക്കട്ടെ സർ. Okay, Jansiba, get ready. പറഞ്ഞോളൂ. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, whose shoes does he choose? Yes. എന്തുകൊണ്ട് Jansiba? Success. Okay, okay. ചെറിയൊരു പ്രശ്നമായിരുന്നു, പക്ഷെ ഓക്കെ ആയിരുന്നു. തെറ്റിക്കുന്നില്ല, പക്ഷെ ചെറിയൊരു കളത്തിലൂടെ കുഴപ്പമില്ല. യെസ്, എന്തായാലും ആദ്യം പറഞ്ഞില്ലേ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് ചെയ്തു, വെരി ഗുഡ്. വിദ്യ, ആർ യു റെഡി? Yes, sir. Get ready. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, whose shoes does he choose? സ്റ്റോപ്പ് ഉണ്ടായി അവിടെ ഇല്ലേ ജാൻസിബ? പറഞ്ഞു, പക്ഷെ ഒരു ഫസ്റ്റ് പറഞ്ഞപ്പോ ഷൂസ് എന്നുള്ളത് സൂസ്. അപ്പൊ വിദ്യക്ക് നമുക്ക് ഇനി ചാൻസ് കൊടുക്കാം. ഓക്കെ വിദ്യ, ഗെറ്റ് റെഡി. രമ്യ പറഞ്ഞു നോക്കൂ. ബിസ്മി, ഗെറ്റ് റെഡി. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, whose shoes does he choose? എന്തുകൊണ്ട് ജാൻസിബ? ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. ചെറിയ സ്ഥലത്ത് ചെറിയൊരു പോസ് ഉണ്ടായി, സ്റ്റോപ്പ് ഉണ്ടായി അല്ലേ? ഷൂസ് കഴിയുമ്പോ ഒന്ന് കുഴപ്പമില്ല. എന്നാലും അറ്റംപ്റ്റ് ഇസ് കറക്റ്റ്. സരിഭവ്യ, ഗെറ്റ് റെഡി. പറഞ്ഞോളൂ ബിസ്മി. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, whose shoes does he choose? അങ്ങനെ പറഞ്ഞു, പക്ഷേ ആ ഷൂസിനും ഹൂസിനും ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായി ഇല്ലേ? കുറച്ച് കുറവായിരുന്നു. സ്പീഡ് ഇത്തിരി എന്താ വെച്ചാല് ബിസ്മി വളരെ തന്ത്രപൂർവ്വം ചെയ്തു. പോകാൻ പറ്റിയ സ്പീഡാ പിടിച്ചോളൂ, സ്പീഡ് കൂട്ടിയില്ല. കാരണം സ്പീഡ് കൂട്ടിയ വാക്ക് മാറിപ്പോകുന്നത്. യെസ്, ഓക്കെ ഓക്കെ, തന്ത്രപരമായ നീക്കമാണ് ബിസ്മി നടത്തിയത്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നസീഫ, ഗെറ്റ് റെഡി. പറഞ്ഞോളൂ ശരി ഭവ്യ. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, whose shoes does he choose? ശരി ഭവിക്കുന്ന അറിയാം, കയ്യിൽ നിന്ന് പോയത് അല്ലേ? കുഴപ്പമില്ല. യെസ്, എന്നാലും അറ്റംപ്റ്റ് ആയില്ലേ? യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. നീനു, ഗെറ്റ് റെഡി. നസീഫ പറയൂ. അതൊന്നും കുഴപ്പമില്ലാതെ, ഇത് മത്സരമൊന്നുമല്ലല്ലോ, ഒളിമ്പിക്സ് ഒന്നും അല്ലല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് സ്കൂളിൽ, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ഈ സാധനം കൂടെ ഇറക്കാം. ഇന്ന് നമ്മ ടൈം ട്വിസ്റ്റർ, പിള്ളേരുടെ നാക്കൊക്കെ ഒന്ന് റെഡിയാവും. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, whose shoes does he choose? യെസ്, കുഴപ്പമില്ല, അറ്റംപ്റ്റ് ആണ്. എന്നാലും സ്പീഡ് ഇത്തിരി കുറവായി പോയി. ഗംഭീര ടെക്നോളജിയാണ് നസീഫയും എടുത്തത് അല്ലേ നസീഫ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആദിരവി, ഗെറ്റ് റെഡി. നീനു പറയൂ. If a dog choose, whose shoes does he choose? If a dog choose, whose shoes does he choose? ഒരു ഷൂസ് മിസ്സായി പോയി. ഒരു ഷൂ മിസ്സായി. ഒരു ഷൂസ് മിസ്സായി പോയി. മിസ്സായോ? ഷൂസ് പറഞ്ഞിട്ടില്ല. ഷൂസ്, ഹൂസ് ഷൂസ് എന്നാ പറഞ്ഞേ. നീനു ഒന്നും കൂടി ട്രൈ ചെയ്തു. ഓ, ഒരു മിനിറ്റ്. എങ്ങനെങ്കിലും പറഞ്ഞു തീർന്നതായിരുന്നു. അല്ല, ഞാനത് ശ്രദ്ധിച്ചു, എന്റെ ശ്രദ്ധയിൽ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ശിവ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ പറയാം.
If a dog choose, whose shoes does he choose? If a dog choose, whose shoes does he choose? ഈ ചൂസ് കഴിഞ്ഞിട്ടുള്ള ഷൂസ് ആണോ വിട്ടുപോയത് താൻസിബ? അതെ, അത് പറഞ്ഞില്ലല്ലോ, ഇപ്പം പറഞ്ഞില്ലല്ലോ. ഇപ്പോഴും നീയു ആ ചൂസ് കഴിഞ്ഞിട്ടുള്ള ഷൂസ് വിട്ടുപോകുന്നത്. ഓക്കെ, കുഴപ്പമില്ല, റെഡിയാക്കാം. അത് എഴുതിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അത് എഴുതിയിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ എഴുതിയിട്ടില്ല. അതായിരിക്കാം. ചൂസ് കഴിഞ്ഞിട്ടൊരു ഷൂസ് ഉണ്ട് കേട്ടാ. ഓക്കെ, okay. എന്നാലും അതില്ല പറഞ്ഞത് റെഡിയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കീർത്തി, ഗെറ്റ് റെഡി, പറഞ്ഞോളൂ ആദ്യം. ഇത് കോമഡി ആവുമോ സർ? ഇത് കോമഡിയാണ്. ഓക്കെ. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, ഇല്ല സർ. യെസ്, അത് ആദ്യം കോമഡിയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത് അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. കുഴപ്പമില്ല, അത് ആദ്യത്തെ ഭാഷ ശരിയാവുന്നില്ല അതില്ല. യെസ്, വൈകുന്നേരം പിള്ളേര് സ്കൂളിൽ നിന്ന് വരുമ്പോ ഒന്ന് ഇറക്കി നോക്ക്. പറയടേ മോളെ, പറഞ്ഞു നോക്ക്, നമുക്ക് റെഡിയാക്കി നോക്കാം. ഓക്കെ, ഡോണ്ട് വറി. എന്നാലും ഐ അപ്രീഷിയേറ്റ് യുവർ അറ്റംപ്റ്റ്. ജോസ്മി, ഗെറ്റ് റെഡി. കീർത്തി പറയൂ. Okay, sir, try ചെയ്യാം. If a dog choose shoes, where shoes does he choose? If a dog choose shoes, whose shoes does he choose? രണ്ടാമത് പറഞ്ഞപ്പോ ഒന്ന് കല്ല് കടിച്ചായിരുന്നു അല്ലേ താൻസിബ? അതെ, രണ്ടാമത് പറഞ്ഞപ്പോ ചെറിയൊരു മിസ്റ്റേക്ക്. ആദ്യത്തിന് കറക്റ്റ് ആയിട്ട് വന്നു, രണ്ടാമത്തേന് നോ പ്രോബ്ലം. ബട്ട് റെഡിയാക്കി വന്നു. രഞ്ജിഷ, ഗെറ്റ് റെഡി. ജോസ്മി പറയൂ. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, whose shoes does he choose? ഇതിലൊക്കെ ജോസ്മിക്ക് ചിരിയും കൂടി വന്നു അല്ലേ? യെസ്, ഓക്കെ 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 ജോസ്മി, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. രഞ്ജിഷ പറയൂ. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, whose shoes does he choose? രഞ്ജിഷ ജന്മയുടെ ടെക്നോളജിയാണ്, ഒരു മിനിമം സ്പീഡാ പിടിച്ചോളൂ, സ്പീഡ് കൂട്ടിയില്ല. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ രഞ്ജിഷ, ഇത് ഒന്ന് പറഞ്ഞത് മാത്രമേ. ഇത് നമ്മുടെ ഒബ്സർവർ വിളിക്കാം. താൻസിബ, ആർ യു റെഡി? അപ്പൊ താൻസിബിനെ നോക്കാനായിട്ട് ഷിനുവിനെ ഏൽപ്പിച്ചു. ഓക്കെ, നോക്കിക്കോളൂ ഷിനു. ഞാൻ പറഞ്ഞ ഇതിനൊക്കെ മോശം. ആദ്യം ഒരു കോമഡി ഉണ്ടാക്കാം, നോ പ്രോബ്ലം. എല്ലാവരും ഒബ്സർവ് ചെയ്തു, പക്ഷെ ഞാനായിരിക്കും ഏറ്റവും മോശം പറയുന്നത്. No problem. If a dog choose shoes, whose shoes does he choose? If a dog choose shoes, whose shoes does he choose? No problem. Yes, average ഉണ്ട്. അല്ലേ, പാസ് മാർക്ക് ഉണ്ട്. ഡോണ്ട് വറി, ഫുൾ എ പ്ലസ് ഇല്ലെന്നേ ഉള്ളൂ. അപ്പൊ അത് റെഡിയാക്കിയിട്ടില്ല. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, വേറെ ഒന്നും കൂടി തരാം. യെസ്, എഴുതിക്കും. The cook, C-double-O-K, cook, took, T-O-O-K, took a good look, L-double-O-K, look at the cookery, C-double-O-K-E-R-Y, cookery book. ഒന്നുകൂടി പറയാം. The cook took a good look at the cookery book. ഇതൊക്കെ സിയും ടിയോട് വരുന്നത്. പറയാം. The cook took a good look at the cookery book. യെസ്, പറയാൻ റെഡി ആയവര് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. സാറേ, ഞാനും വിളിക്കുന്നില്ല. Sir, ഒന്നും കൂടെ പറയോ? took a good, G-double-O-D, good look, L-double-O-K, look at the cookery, C-double-O-K-E-R-Y, cookery book, B-double-O-K. ആരേലും ഒരാളൊന്ന് മെസ്സേജ് ഇടാവോ? ഒന്നും മനസ്സിലായില്ല, ക്ലിയർ ഇല്ലായിരുന്നു. അപ്പൊ പകർച്ചയുണ്ടാവോ? ഇതിന്റെ മുന്നേ ഒരു പ്രാവശ്യം പറയിപ്പിച്ചതാണെന്ന് തോന്നുന്നു കേട്ടിട്ട്.
അതെ, ഇതിനു മുമ്പ് ഇത് പറയിച്ചതായിരുന്നു. ഇതിനെ കഴിഞ്ഞ പ്രാവശ്യം പറയിപ്പിച്ചിട്ടുണ്ട്. യെസ്. ഓക്കെ, എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോ നമുക്ക് സമയമായതുകൊണ്ട് ഞാൻ മാറ്റി പിടിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് വേറൊരു സംഗതി അതെ. അതിന് മെസ്സേജ് ദ കുക്ക് ഗുഡ് ലുക്ക് അറ്റ് ദ കുക്കറി. സർ ഞാൻ പറഞ്ഞോട്ടെ. യെസ്, ഓക്കെ, പറഞ്ഞോളൂ. The cook took a good look at the cookery book. The cook took a good look at the cookery book. ശരിയായോ സർ? ഇതുപോലെ നേരത്തെ ക്ഷീണം തീർത്താണല്ലോ അതിന്. യെസ്, വെരി ഗുഡ്. ഞാൻ കുറെ പ്രാവശ്യം പഠിച്ചു. യെസ്, ഇതിന്റെ അകത്തെ നേരത്തെ പോലെ ചൂസ് ഷൂസ് ഒന്നുമില്ല. അപ്പൊ അതിന്റെ പേര് കുറച്ചുകൂടി നമുക്ക് കിട്ടും. യെസ്, ഞാൻ പറയാം സാറേ. ഓക്കെ, ബിസ്മി. The cook took a good look at the cookery book. The cook took a good look at the cookery book. Oh, very good, very good, very good, very good. Yes. ഞാൻ പറഞ്ഞോട്ടെ. Yes. The cook took a good look at the cookery book. The cook took a good look at the cookery book. Very good, very good. Okay. Thank you, sir. Thank you, sir. Yes. Very good, very good, very good, very good. Sir, ഞാൻ മറ്റേത് ക്ഷീണം. Okay, continue. പറഞ്ഞോളൂ. The cook took a good look at the cookery book. The cook took a good look at the cookery book. Yes. കൊള്ളാം. Very good, very good, very good, very good. അപ്പൊ ഓക്കെ, ഇനി ആർക്കെങ്കിലും? യെസ്, നിങ്ങള് വൈകുന്നേരം പിള്ളേരൊക്കെ സ്കൂളിൽ വരുമ്പോ പറഞ്ഞു നോക്കുക. എന്തെങ്കിലും അവരെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇത് 2 പ്രാവശ്യം തെറ്റ് കൂടാണ്ട് പറഞ്ഞാൽ സാധനം വാങ്ങിച്ചു തരാം. അപ്പൊ അവരിത് പറയും ഞങ്ങൾക്കത് വേണ്ട. എന്തായാലും പറയും ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. ഓക്കെ, ആരാണ് സൈൻ ഔട്ട്? Sir, ഞാനാണ് sir sign out. Okay, see you. Continue. Good afternoon, everyone. Thank you for this wonderful class. Thank you for taking this class and also asking us about our native places and making us speak. And also thank you, sir, for giving us those fun tongue twisters that made everyone laugh. And also I want to thank my dear friends who joined today's class and also talked so beautifully about everyone's native place. And it was very fun, and also everyone tried their best to say the tongue twist well. Thank you once again, sir, and also my dear friends, for a memorable class. Thank you. Okay, Shilu, very good, very good. You have done it very well. Very good, very good, very good. We will meet in the next class. Till then, bye. See you. Thank you, Thank sir. you, sir. Thank you, sir. Okay.